കാഞ്ചീപുരം ഫീൽ എന്നാൽ കാഞ്ചീപുരത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസ്. എല്ലാം നമുക്ക് വെഡിങ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഒരു ട്രഡീഷണൽ ടച്ച് ഫോട്ടോഷൂട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പിൾ വെയർ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷൻസാണ്. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ലാവൻഡർ, അതിൻ്റെ കൂടെ തന്നെ എല്ലാത്തിലും നമുക്ക് ആ ഒരു ഗോൾഡിഷിയുടെ ഒരു ടിൻറ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു വീവിങ് സ്റ്റൈൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബനാറസി സിൽക്കിലാണ് ഒരു കാഞ്ചീപുരം ഫീലിൽ ബനാറസി സിൽക്കിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ്. ഇത് ഇത്രയും നമുക്ക് ബൾക്കായിട്ട് വന്നിട്ടുള്ള ഒരു സാരീസും കൂടെയാണ് കേട്ടോ. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിൽ കുറച്ചൊന്ന് ബ്രോഡായിട്ട് വന്നിട്ടുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്, ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ സറിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് ഫുള്ളായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ ഫുള്ളി ഒരു ബ്രൊക്കേറ്റ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പല്ലു. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ തന്നെ സോളിഡ് വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ബ്ലൗസ് പീസ്. ആൻഡ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ടിഷ്യൂടെ ഒക്കെ ഒരു വീവിങ് സ്റ്റൈൽ പോലെ നമുക്ക് തോന്നും. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള, ഇതൊക്കെ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വേറെ ഇത് ആ ഒരു ഗോൾഡൻ ജ്വൽസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുമ്പം പറയാനൊന്നുമില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ടിരിക്കും. ആൻഡ് സെക്കൻഡ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ആൻഡ് ഇതിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്, ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് പ്ലസ് ആ ഒരു ഗോൾഡിൻ്റെ ഒക്കെ ഒരു ടിൻറ്റ് നമുക്ക് ഓവറോൾ ബോഡി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ പല്ലു പോർഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ, ബ്രൊക്കേറ്റ് സ്റ്റൈലിൽ ഫുള്ളി ആ ഒരു ഫ്ലോറൽ ലുക്കിലാണ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് സെക്കൻഡ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണിച്ച് വിടാം, ഒത്തിരി ലെന്ത് ആക്കുന്നില്ല കേട്ടോ. ആൻഡ് ഇതാണ് പല്ലു, ബ്ലൗസ് പീസ്. പല്ലു ആൻഡ് ബ്ലൗസ് പീസ് സെയിം ആയിട്ട് ആ ഒരു പല്ലുവിൻ്റെ പോർഷനിലാണ് ബ്ലൗസ് പീസ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരു സ്ലീവ്ലെസ് ഒക്കെ എടുത്ത് അതിൻ്റെ കൂടെ ആരിയുടെ ഒക്കെ ഒരു എംബ്രോയിഡറിയോ ആരിയുടെ ഒക്കെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ചെയ്താലും നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്, ഇതാണ് പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. മാരേജിനൊക്കെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രൈഡ്സിൻ്റെ അമ്മമാർക്കാണെങ്കിലും കസിൻസിനാണെങ്കിലും നിങ്ങൾക്ക് ബ്രൈഡ്സിൻ്റെ പോലത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് ഒരുങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു സാരീസൊക്കെ ചൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ്. എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് ആണ്. ബോർഡറിൽ ചെറിയ ചെറിയ വേരിയേഷൻ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ക്ലോസിൽ കാണുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ജോമെട്രിക് പാറ്റേണിൽ വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ ഇതാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു പീച്ചിഷ് ഗോൾഡൻ ഷെയ്ഡാണ്. ആൻഡ് ദ പല്ലു ആൻഡ് ബോർഡർ ഡീറ്റെയിൽ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് പീകോക്ക് ഷെയ്ഡാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് എല്ലാത്തിലും നമുക്ക് ആ ഒരു ഗോൾഡിൻ്റെ ഒരു ഫിനിഷ് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി വന്നിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ബോഡി നമുക്ക് സോളിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഒത്തിരി വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ജ്വൽസിൽ കൂടുതലും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് PMC 109 എന്ന കോഡ്സിലാണ് വന്നിട്ടുള്ളത്. 4899 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഈ ഒരു കുർത്ത സെറ്റ്സിൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇതിന് മുന്നേ ലോഞ്ച് ചെയ്തിട്ടുള്ള കുർത്ത സെറ്റ്സിൻ്റെ കളക്ഷനാണ്. അപ്പം ഒത്തിരി എൻക്വയറീസ് വന്നതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്.
മസ്ലിൻ ഫിനിഷിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം ഓർഗൻസയിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ആ ഒരു നെക്ക് പോർഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു കോളർ നെക്കാണ് നമുക്കിതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. ആ ഒരു മിഷൻ എംബ്രോയിഡറി വിത്ത് പോയിന്റ് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ആ ഒരു എൻഡിലായിട്ട് നമുക്ക് പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് ഓർഗൻസയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ദുപ്പട്ടയിൽ വന്നിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ആ ഒരു സ്ലീവ്സിൻ്റെ പോർഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് സ്ട്രൈറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ബോട്ടം, സൈഡ് സ്ലിറ്റാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ്. ആൻഡ് ഓർഗൻസ ദുപ്പട്ടയാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങിന് നമുക്ക് ആ ഒരു ക്രോഷ ലേസും കൂടെ പ്ലേസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ്സും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ. എൻ പോർഷനിലും നമുക്ക് ആ ഒരു പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആ ഒരു പാച്ച് വർക്കിൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഓർഗൻസ ദുപ്പട്ട, മസ്ലിൻ ഫിനിഷിൽ വന്നിട്ടുള്ള ബോട്ടം വരുന്നത് എലാസ്റ്റിക്കിലാണ് വിത്ത് സ്ട്രൈറ്റ് ഫിറ്റ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡ്. എല്ലാം നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കുർത്ത സെറ്റ്സ് ആണ് കേട്ടോ. ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ, സാരീസൊക്കെ ഉടുക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു കളക്ഷൻസ് ചൂസ് ചെയ്യാം. ആൻഡ് ദുപ്പട്ടയിൽ നമുക്ക് ഒരു സൈഡിൽ ആ ഒരു പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വിത്ത് സ്കാലപ്പ് ഡീറ്റെയിൽ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ക്രോഷ ലേസ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് റെഡ് ഷെയ്ഡാണ്. എല്ലാം ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ ആൻഡ് മിനിമൽ ലുക്കിൽ വന്നിട്ടുള്ള കുർത്ത സെറ്റ്സിൻ്റെ കളക്ഷൻസ്. ആൻഡ് ദുപ്പട്ട, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് FW318 എന്ന കോഡ്സിലാണ്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1,999 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഈ ടസർ സാരീസ് വേറെയുമ്പോൾ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ്. ഓരോ ടസർ സാരീസിലും ഓരോ പ്രത്യേക കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് മെറ്റീരിയലും കൂടിയാണ് ഈ ടസർ എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിന്ന് കൊണ്ടുവന്നിട്ട് ഈ ഒരു ടസർ സാരി നല്ല ഡാർക്ക് ഒരു ഗ്രേ ഷെയ്ഡിനുള്ളിൽ തന്നെ ഫുൾ നമുക്കൊരു ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലും ഇതാണ് പല്ലു പോർഷൻ വന്നിട്ടുള്ളത്. നമുക്ക് മൾട്ടി ടാസൽസും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിനുള്ളിൽ ഒരു സെയിം ആ ഒരു ഗ്രേൻ്റെ തന്നെ ത്രെഡ്സും അതുപോലെ തന്നെ വൈറ്റിൻ്റെ ത്രെഡ്സും കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതാണ് പല്ലു പോർഷൻ. ചെസ്റ്റിൻ്റെ പോർഷനിൽ ഫുള്ളും ഈ ഒരു വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന ലോവർ പോർഷനിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് വർക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പറിലോട്ട് വരുമ്പോൾ ഫുൾ നമുക്ക് സോളിഡ് ആണ് കേട്ടോ. ടസർ ഫിനിഷിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ലുക്ക് സാരി ഇതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. ഇതിലും സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ്. പ്ലീറ്റ്സ് എടുത്താലും നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സും കൂടെയാണ്. പ്ലീറ്റ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ലോവറിലോട്ടാണ് ഫുൾ നമുക്ക് ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിൽ കൊടുക്കുന്നത്. അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും ബോർഡർ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് കാന്തിയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് പല്ല്. നമുക്കൊരു കാഷ്വൽ വെയർ ലുക്കിനായാലും ഡെയിലി വെയർ യൂസിനൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷൻസാണ്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ലാസ്റ്റ് ഇന്ന് ലൈറ്റ് മെഹന്തി ഗ്രീൻ ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചില്ലായിരുന്നു. ബ്ലൗസും നമുക്ക് സെയിം ഈ ടസർ ഫിനിഷിൽ തന്നെ വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് കൂടെ വരുന്നത് കേട്ടോ. സാരിയിൽ വരുന്ന സെയിം ആ ഒരു കാന്തയുടെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നത്. ബ്ലൗസിൻ്റെ ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ സോളിഡ് ആണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു വൈറ്റ് കോൺട്രാസ്റ്റ് ഒക്കെ ഇട്ട് വേറെ ആവുന്ന കളക്ഷൻസ് കൂടിയാണ്. ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് SUN 387 എന്ന കോഡിൽ. പ്രൈസ് റേഞ്ച് 3,999 ആണ്. ഇതിൻ്റെ മൂന്നിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.